നമ്മുടെ മനസ്സിൽ നിന്ന് എങ്ങനെ ചിത്രങ്ങൾ പേപ്പറിലോട്ട് പകർത്താം? ഹൗ ടു ഡ്രോ ഫ്രം ഇമാജിനേഷൻ. മനസ്സിൽ നിന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്നതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ആ മനസ്സിൽ ചിത്രങ്ങൾ ഫോട്ടോ പോലെ കാണാൻ പറ്റണം. നിങ്ങൾക്ക് ഫോട്ടോ നോക്കി വരയ്ക്കാനുള്ള സ്കിൽ ഉണ്ടെന്ന് വിചാരിച്ചോ, തീർച്ചയായിട്ടും ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു ഫോട്ടോയും പേപ്പറിലോട്ട് പകർത്താൻ പറ്റും. കറക്റ്റ് അല്ലേ? നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ ഫോട്ടോ നോക്കി പേപ്പറിലേക്ക് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ റിയൽ കാണുന്ന നേരിട്ട് കാണുന്ന ഒബ്ജക്റ്റുകൾ അതേപടി പേപ്പറിലേക്ക് വരയ്ക്കാൻ പറ്റണം. രണ്ടാമത്തെ സ്റ്റെപ്പ്, നേരിട്ട് കാണുന്ന കാഴ്ചകളും കാണുന്ന ഫോട്ടോസും ഒക്കെ മനസ്സിൽ ഫോട്ടോ പോലെ കാണാൻ പറ്റണം. ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ മുഖം മനസ്സിലോട്ട് കൊണ്ടുവരാം. നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ മനസ്സിലോട്ട് കൊണ്ടുവരാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആനയെ നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൊമ്പിന് എത്ര നീളമുണ്ട്, കൊമ്പിന്റെ കളർ ടോൺ എന്താണ്, അത് നിൽക്കുന്ന പോസ് എന്താണ്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഇമാജിൻ ചെയ്യുന്ന സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇത് പതിയെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി കിട്ടും. പിന്നെ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല്, അത്തരത്തിൽ മനസ്സിൽ സേവ് ചെയ്ത് വെച്ച വിഷ്വൽസ് ഉണ്ടല്ലോ, അതിന് നമുക്ക് മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു സ്കില്ല്. ആനയെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് ആനയ്ക്ക് ചിറക് മുളച്ച് എങ്ങനെ ഇരിക്കും, അപ്പൊ നമുക്ക് ചിറക് ചിറക് ഒബ്സർവ് ചെയ്തിട്ടുള്ള സ്കില്ലും കൂടി വേണം. തീർച്ചയായിട്ടും അത് ഉള്ള ഒരാൾക്ക് അവരുടെ മനസ്സിൽ ചിറകുള്ള ആനയെ ഇമാജിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ പേപ്പറിലേക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് മിസ്സിംഗ് ഉണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് മിസ്സിംഗ് വരും.